മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഫിഷറീസ് ഡയറക്ടറുമായുള്ള ചർച്ചയെ തുടർന്നാണ് തീരുമാനം. പൊഴിയിൽ അടിഞ്ഞുകൂടിയ മണ്ണുടൻ നീക്കം ചെയ്യും. 4 ദിവസത്തിനകം ഡ്രഡ്ജർ മുതലപ്പൊഴിയിൽ എത്തിക്കും. മണ്ണ് നീക്കം ചെയ്യാൻ സ്ഥിരം സംവിധാനം ഉടൻ ഉണ്ടാകുമെന്നും ഫിഷറീസ് ഡയറക്ടർ അറിയിച്ചു. ഡ്രഡ്ജിങ് ഇവിടെ എത്താനുള്ള സമയം മാത്രമാണ്. നമുക്കിവിടെ ഡ്രഡ്ജർ അവൈലബിൾ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്റ്റേറ്റ് വേയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി തൽക്കാലം നിർത്തിവെച്ചിട്ടാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രിയും ഈ വിഷയത്തിൽ വളരെ സജീവമായിട്ട് ഇടപെട്ട് ഇന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിവിടെ വന്നത്. അതിൽ ഈ വാക്കിന് വേറെ വിഷയമൊന്നുമില്ല. ഇത് നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അതിനുള്ള ഫണ്ടും അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ വേറെ തടസ്സമൊന്നുമില്ല. ഇത് ഞാൻ അതുകൊണ്ടാണ് നേരിട്ട് തന്നെ വന്ന് ഇവിടെ സംസാരിക്കാമെന്ന് വെച്ചത്. ടി വി പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ മുതലപ്പൊഴിയിലെ പ്രശ്നം അവിടുത്തെ ഒരു സ്ഥിരം പ്രശ്നമാണ്, മത്സ്യത്തൊഴിലാളികൾ ആവർത്തിച്ച് പറയുന്ന പ്രശ്നമാണ്. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ് അവർ വിശ്വസിക്കുന്നുണ്ടോ? 4 ദിവസത്തിനും തന്നെ ഡ്രഡ്ജർ കൊണ്ടുവരുമെന്നല്ലേ അറിയിക്കുന്നത്? ചൊവ്വാഴ്ചക്കുള്ളിൽ ഇത് കൊണ്ടുവന്ന് പ്രവർത്തനം തുടങ്ങിയില്ല എങ്കിൽ ദേശീയപാത അടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള സമരങ്ങളിലേക്ക് നീങ്ങാനാണ് മത്സ്യത്തൊഴിലാളികളുടെ ആലോചന. നിലവിൽ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഒരു സമയമാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെടുന്നത്. സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഈ പ്രശ്നം നടക്കുന്ന സ്ഥലം, അതായത് മുതലപ്പൊഴി. പ്രേക്ഷകർ എപ്പോഴും കേൾക്കുന്നത് മുതലപ്പൊഴിയിൽ ആ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മരിച്ചു എന്നതാണ്. എന്താണ് എപ്പോഴും, അതായത് 73 മത്സ്യത്തൊഴിലാളികൾ ഇവിടെ മരിച്ചു എന്നാണ് അനൗദ്യോഗിക കണക്ക്. സർക്കാരിൻ്റെ കണക്കിൽ 62 ആണെങ്കിലും ഈ കാണുന്നതാണ് സ്മൃതി പെരുമാതുറ പാലം. അതിൻ്റെ അടിയിലൂടെ ഒഴുകുന്നതാണ് ഇവിടേക്കുള്ള കായൽ. ഈ കായലും ഈ കടലും തമ്മിൽ യോജിക്കുന്ന സ്ഥലം ഇതാണ് ഈ പൊഴി. ഈ പൊഴിയെയാണ് മുതലപ്പൊഴി എന്ന് പറയുന്നത്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. അതായത് ഇതുവഴി മത്സ്യബന്ധന യാനങ്ങൾ പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഇതുവഴി ഇതിന് പോകാനുള്ള ഒരു ആഴമില്ലാത്തൊരു സ്ഥിതി വരും. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ മണലിൻ്റെ അടുത്താണ്. ഇവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് താഴേക്ക് 5 മീറ്റർ എങ്കിലും താഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വള്ളം അതിന് യഥേഷ്ടം അങ്ങോട്ട് പോകാനും ഇങ്ങോട്ടേക്ക് വരാനും കഴിയൂ. ഇവിടെയുള്ളൊരു പ്രശ്നം, അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണത്തിലൂടെയാണ് ഇങ്ങനെ മണലിവിടെ ഉണ്ടാകുന്നത്. ഈ മണലിവിടെ കൂടിയത് കൊണ്ട് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പോകാനേ കഴിയുന്നില്ല എന്നതാണ്. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ഈ സമരം ശക്തമായത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, തെക്ക് ഭാഗത്തുള്ള ഒരു പുലിമുട്ട്, വടക്ക് ഭാഗത്തുള്ള ഒരു പുലിമുട്ട്, ഈ 2 പുലിമുട്ടിൻ്റെയും നിർമ്മാണം അശാസ്ത്രീയമായതുകൊണ്ട് ഇവിടെ മണ്ണടിഞ്ഞു കൂടുന്നു എന്നതാണ്. ഈ മണ്ണടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ ഈ വള്ളത്തിൻ്റെ അടിഭാഗം തട്ടി വലിയ തിരയിൽപ്പെട്ട് അതിവിടെ മറിഞ്ഞു പോവുകയാണ്. ഈ മണലാണ് യഥേഷ്ടം നീക്കേണ്ടത്. നേരത്തെ അദാനി വിഴിഞ്ഞം പോർട്ട് തുടങ്ങിയ സമയത്ത് ഇവിടെയുള്ള ഈ കാണുന്ന പുലിമുട്ട് മുറിച്ചു മാറ്റി ഇതുവഴിയാണ് കരിങ്കല്ല് കൊണ്ടുപോയത്. അതിനുശേഷമാണ് ഇവിടെ പ്രശ്നം ഗുരുതരമായതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. സ്മൃതി, ഇതിലെ പ്രശ്നം ഈ മണൽ താൽക്കാലികമായി മാറ്റുകയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ഇവിടെ ഒരു സ്ഥിരം പരിഹാരം വേണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജലനിരപ്പിൽ നിന്ന് താഴേക്ക് 5 മീറ്റർ ആഴം അത് സ്ഥിരമായി ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കടലിലേക്ക് പോകാനും വരാനും കഴിയൂ. ഈ പെരുമാതുറ പാലത്തിൻ്റെ തൊട്ടപ്പുറമാണ് മുതലപ്പൊഴി ഹാർബർ. ഈ ഹാർബറിൽ നിന്നാണ് വെള്ളം പുറപ്പെടുകയും തിരിച്ചെത്തുകയും ചെയ്യേണ്ടത്. ഇവിടത്തെ ഉള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം, ഈ മണ്ണ് ഇതുപോലെ ഡംപ് ചെയ്യാൻ പാടില്ല. എപ്പോഴും 5 മീറ്റർ ആഴത്തിലെങ്കിലും ഇവിടെ ജലനിരപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ബോട്ടുമായി പോകാൻ കഴിയൂ. ഈ മണൽ ഉടൻ നീക്കം ചെയ്യാൻ തുടങ്ങുമെന്ന് സർക്കാർ പറയുന്നു. ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും പറയുന്നു. സ്മൃതി, ശരി. പൊഴിയിലെ മണ്ണ് നീക്കം ചെയ്യുമെന്നുള്ള ഉറപ്പിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.